അപ്പോൾ നമുക്ക് നമ്മുടെ NTPCയുടെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് NTPCയുടെ PYQs നമ്മളിങ്ങനെ മാത്സ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ നമ്മുടെ പാർട്ട് 2 നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. 4 sin square 30. sin square 30 എത്രയാണ്? sin 30 എത്രയാണെന്ന് നമുക്കറിയാം, 1/2 ആണെന്നറിയാം. അപ്പം അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ 4 × 1/4 എന്താ? 1 ആണ്. അപ്പോൾ നമ്മൾ ഇത് 1/2 സ്ക്വയർ ചെയ്ത് അങ്ങനെ സമയം കളയില്ല, ഡയറക്റ്റ് അത് എഴുതും. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം നോക്കി. പ്ലസ് 3 × cot 60 എത്രയാന്ന് നോക്കി. cot 60 എത്രയാ? 1/√3 ആണ്. cot 60 1/√3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3 × cot 60 1/√3 സ്ക്വയർ ചെയ്തപ്പോ എന്തായി? 1/3 ആയി. അപ്പൊ ആ ഭാഗം എന്തായി? 1 ആയി. tan 45 എത്രയാ നമുക്കറിയാം? 1 ആണെന്നറിയാം. അപ്പൊ 2 × 1 എന്തായി? 2 ആയി. 2 - 2 എന്താ? ആൻസർ 0. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്യാം. എ ട്രെയിൻ റണ്ണിങ് അറ്റ് സ്പീഡ് ഓഫ് 60 km/h ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് 60 km/h തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 60 കിലോമീറ്റർ ഒരു അവറിൽ എന്ന് എഴുതാലും. അതാണല്ലോ km/h മീനിങ്. ഒരു അവറിൽ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റിൽ എത്ര ട്രാവൽ ചെയ്യും? 60 മിനിറ്റിൽ 1 കിലോമീറ്റർ അല്ലേ ട്രാവൽ ചെയ്യുക? 1 മിനിറ്റിൽ അപ്പോൾ 60 മിനിറ്റിൽ 60 കിലോമീറ്റർ. അപ്പൊ 1 മിനിറ്റിൽ 1 കിലോമീറ്റർ. അപ്പൊ 1.5 മിനിറ്റിൽ എത്രയാ? 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1500 മീറ്റർ. ഇതിങ്ങനെ വലിച്ചു നീട്ടിയോണ്ടാണ് ഇത്രയായ. അല്ലെങ്കിൽ എന്താ, ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? 1500 മീറ്ററിന് കിട്ടും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ ഈ ചോദ്യം ജസ്റ്റ് കണ്ടാൽ തന്നെ 3 ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതാണ്ട് ഇത് SI = PNR/100 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എ സം ഓഫ് 5000 ഈസ് ഇൻവെസ്റ്റഡ്. 5000 ആണ് എന്ത്? നമ്മുടെ പ്രിൻസിപ്പൽ. അത് 10% സിമ്പിൾ ഇൻട്രസ്റ്റിന് എത്രയോ ഇയർ ചെയ്തപ്പോ എന്തായി എന്നാ പറയണേ? 1500 ആയി എന്നാ പറയണേ. അത് എത്ര ഇയർ ആവും? 5000ന്റെ 30% അല്ലേ 1500. അപ്പോ 30% സിമ്പിൾ ഇൻട്രസ്റ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ N അല്ലെങ്കിൽ ഇയർ എത്രയായിരിക്കണം? 3 ആവണ്ടേ? 3 × 10 അല്ലേ 30. അപ്പൊ ഈ 30% കിട്ടണമെങ്കിൽ എത്ര ഇയർ ആവണം? 3 ആവണം. അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? 3 ഇയർ ആണ് കിട്ടി. 5000ന്റെ 30% ആണ് 1500. നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മുടെ ആൻസറിൽ എത്രയാണെന്ന് മനസ്സിലായി? 3 ആണെന്ന് മനസ്സിലായി. ഇനി ഇതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? SI = PNR/100 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 1500 ആണ് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പളാ 5000 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയർ അറിയില്ല. R എത്രയാ? 10% ആണ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? സീറോസ് കട്ട് ചെയ്തു. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. അപ്പൊ നമുക്ക് അത് കിട്ടി. 5ഉം 15ഉം കട്ടായി. അപ്പൊ Nന്റെ വാല്യൂ എന്തായി? 3 കിട്ടി. അപ്പൊ ഇത്രയ്ക്കൊന്നും പോകണ്ട, ജസ്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. ലീസ്റ്റ് നമ്പർ ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 144, 108, 72, റിമൈൻഡർ 3 കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ ലീസ്റ്റ് നമ്പർ എന്താന്ന് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിലെ വലിയ നമ്പർ 144 ആയതുകൊണ്ട് 144 എന്ന് പറഞ്ഞാൽ 12 × 12 ആണ്. അപ്പൊ എന്തായാലും 72 144 പോകും. അപ്പൊ ഇനി അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 108 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 × 12 അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഇല്ലാത്ത നമ്പർ ഏതാന്ന് ചെക്ക് ചെയ്യണം. ഇത് LCM കാണാനുള്ള ഒരു പുതിയ നല്ല മെത്തേഡാണ്. ഇപ്പൊ ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു 3 ഉണ്ട്. പക്ഷെ 9ൽ എന്ത് അഡീഷണൽ ആയിട്ടുണ്ട്? ഒരു 3 അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ LCM 144 കൂടെ
ഈ 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഹയസ്റ്റ് പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണതാണ്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ലാഡർ മെത്തേഡ് ഒന്നും എഴുതി LCM കാണാൻ നിൽക്കരുത്. നമുക്ക് സമയം ഒരുപാട് പോവും. ഈ മെത്തേഡ് എക്സാമിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന്റെ LCM എത്ര വരും? 144 × 3 എന്ന് പറയുമ്പോൾ 432 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ LCM എന്താ? 432. അപ്പോൾ റിമൈൻഡർ എന്ത് വരുന്നു? ഈ 432 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരണമെങ്കിൽ, മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ റിമൈൻഡർ 3 വരണമെങ്കിൽ നമ്മുടെ നമ്പർ എത്രയായിരിക്കണം? 435 ആയിരിക്കണം. ഇത് ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ നമുക്കിത് വേറൊരു രീതിയിൽ ചെയ്യാം. റിമൈൻഡർ 3 ഉണ്ടാവും. അപ്പൊ റിമൈൻഡർ 3 ഇല്ല എങ്കിൽ, റിമൈൻഡർ 0 ആവാണെങ്കിൽ ഇത് മൊത്തം ഇതിന്റെ LCM കൂടെ ഡിവിസിബിൾ ആയിരിക്കുമല്ലോ. LCM കൂടെ ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യുക? ഇപ്പൊ ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് റിമൈൻഡർ 3 വരുന്ന ഓപ്ഷൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? റിമൈൻഡർ 3 ഉള്ളത് കുറയ്ക്കുക. എന്നിട്ട് ഈ നമ്പേഴ്സിൽ ഇത് ഡിവൈഡ് ചെയ്ത് പോണല്ലോ. ഇപ്പൊ 108 പോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ ആവുമല്ലോ. 9ന്റെ മൾട്ടിപ്പിൾ ആവും. 1 8 9 ആണ്, 7 2 9 ആണ്. അപ്പൊ എന്തായാലും ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആവും. നമ്മുടെ ഓപ്ഷനിൽ 3 കുറച്ചിട്ട് 9ന്റെ മൾട്ടിപ്പിൾ ഏതാന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ഡിജിറ്റ് സം നോക്കാം. 4 3 7 7 2 9. 9ൽ നിന്ന് 3 പോയാൽ 6 ആണ്. അതെന്താ? 9ല് ഡിവിസിബിൾ അല്ല. ഇനി ഇപ്പൊ 435 ആകുമ്പോ 432 432 എന്താ? ഡിവിസിബിൾ ആണ്. അപ്പൊ ഇനി ഇതിൽ നിന്ന് 3 പോയി കഴിഞ്ഞത് എന്തായാലും ഡിവിസിബിൾ അല്ല. ഇതിൽ നിന്നും ഒരു 3 പോയി കഴിഞ്ഞാൽ എന്താ? ഇതും ഡിവിസിബിൾ അല്ല. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ LCM പ്ലസ് റിമൈൻഡർ ആണ് എന്ത്? നമ്മുടെ ആൻസർ. നമ്മൾ LCM അങ്ങനെ ചെയ്തു. പ്ലസ് റിമൈൻഡർ ഉണ്ടെങ്കിലാണ് എന്ത്? നമുക്ക് ലീസ്റ്റ് നമ്പർ വിത്ത് റിമൈൻഡർ ആവാം. അപ്പൊ ലീസ്റ്റ് നമ്പർ എന്നാ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ 432 ആണ്. അപ്പൊ ഓപ്ഷൻ എയില് തന്നെ ഈ 432 വെച്ചിട്ടുള്ളത് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? LCM പ്ലസ് റിമൈൻഡർ ചെയ്യണം. അതാണ് നമ്മുടെ ആൻസർ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഹൗ മെനി നമ്പേഴ്സ് ഫ്രം 250 to 1000 ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5 6 7 എന്നാണ് ചോദ്യം. 5ലും 6ലും 7ലും പോണ നമ്പർ ഏതാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഇത് 3ഉം പ്രൈം നമ്പർ ആയതുകൊണ്ട് നമ്പർ എന്താ? 5 × 6 30, 30 × 7 210 ആണ് എല്ലാത്തിലും ഡിവിസിബിൾ ആവുന്ന നമ്പർ. 210 × 1 210, അത് 250 താഴെ, അപ്പൊ അതില്ല. ഇനി 210 × 2 അതെന്തായാലും നമ്പർ എന്തോ ആയിക്കോട്ടെ അതുണ്ട്. ഇനി 210 × 3 അതെന്താ? 600 വരുള്ളൂ, അപ്പൊ അതുണ്ട്. ഇനി 210 × 4 800 വരുള്ളൂ, അപ്പൊ അതുണ്ട്. ഇനി 210 × 5 എടുത്ത് നോക്കിയേ, എങ്ങനെ പോയാലും 1000ന് മേലെ ആയില്ലേ, അപ്പൊ അതില്ല. അപ്പൊ നമുക്ക് എത്രയേ വരുന്നുള്ളൂ? 3 നമ്പേഴ്സേ വരുന്നുള്ളൂ. നമ്പർ ഒന്നും കണ്ടുപിടിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇൻ എ സർക്കിൾ വിത്ത് റേഡിയസ് 10 സെന്റിമീറ്റർ, റേഡിയസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 10 സെന്റിമീറ്റർ തന്നിട്ട് XY ആൻഡ് PQ ആർ 2 പാരലൽ കോഡ്സ് ആണ് തന്നിട്ടുണ്ട്. അതിന്റെ ലെങ്ത് നമുക്ക് റെസ്പെക്റ്റീവ്ലി തന്നിട്ടുണ്ട്. 2 കോഡ്സ് ആർ സിറ്റുവേറ്റഡ് ഓപ്പോസിറ്റ് സൈഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സർക്കിളിന്റെ ഒരു പടം വരച്ചു. റേഡിയസ് 10 ഉള്ളത് ജസ്റ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചു. വരയ്ക്കണേന്റെ പ്രശ്നമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. 10 മാർക്ക് ചെയ്തു. ഇനി 2 കോഡ്സ് ഉണ്ട്. ആദ്യത്തെ കോഡ് വരച്ചു, രണ്ടാമത്തെ കോഡ് വരച്ചു. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ആദ്യത്തെ കോഡ് എന്താ? 12 ആണ് തന്നേക്കണേ. അപ്പൊ ഇത് സെന്ററിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇത് എത്രയായിട്ടൊക്കെ കട്ട് ചെയ്യും? 6 ആയിട്ട് കട്ട് ചെയ്യും. രണ്ടാമത്തത് 16 ആണ്, അപ്പൊ 8 ആയിട്ട് കട്ട് ചെയ്യും. ഇനി നമ്മുടെ ട്രിപ്ലറ്റ് ഓർമ്മയുള്ളവർക്ക് ഹൈപ്പോട്ടനസ് തിയറം ഒന്നും വേണ്ട, പൈതഗോറസ് തിയറം ഒന്നും വേണ്ട. ട്രിപ്ലറ്റ് ഓർത്തു. ട്രിപ്ലറ്റില് ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? × 2 ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 6 8 10
അപ്പൊ നമ്മളെ ട്രിപ്ലറ്റ് നോക്കി, ഇവിടെ എന്താ 10 8, അപ്പൊ ഇവിടെ എന്താ 6 പറ്റൂ. എന്നാലാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആവുള്ളൂ. മാക്സിമം കുറെ ട്രിപ്ലറ്റ് പഠിച്ചു വെച്ചാൽ നമ്മുടെ പ്രോബ്ലം പെട്ടെന്ന് കിട്ടും. ഇനി ഇവിടെ എന്താ 10 6, അപ്പൊ ഇവിടെ എന്തായി പറ്റും 8 3 4 5 ആണ്. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗല്ലേ 8 + 6 എന്താ 14 നമ്മുടെ എന്ത് ഡിസ്റ്റൻസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒന്നും നമുക്ക് കുറെ ട്രിപ്ലറ്റ് അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രിപ്ലറ്റിന്റെ എനി മൾട്ടിപ്പിൾ എന്താ ട്രിപ്ലറ്റ് തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ട്രിപ്ലറ്റ് പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ജോമെട്രി പ്രോബ്ലങ്ങളൊക്കെ എന്താ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. അപ്പൊ ഈ പ്രോബ്ലം പല രീതിയിലും ചെയ്യാറുണ്ട്. നമുക്ക് ഒരു സിമ്പിൾ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. 22 1/2 when a number is decreased by 22 1/2% becomes 210. നമ്പർ ഈസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? ആദ്യം 22 1/2% എത്രയാണെന്ന് കാണുന്നു. അപ്പൊ എത്ര 44 ഒന്നും 45/2 × 100 എന്ന് വരുന്നു. നമ്മളിത് എന്താ 5ല് കട്ട് ചെയ്യണം. അപ്പൊ മേലെ നമുക്ക് 9ഉം താഴെ നമുക്ക് എന്താ 20ഉം. അപ്പൊ നമ്മുടെ നമ്പർ എന്താ 9/40 എന്നാണ് നമുക്ക് വരുന്നത്. ഇനി എന്താ ഈ 22% എന്ന് പറയുന്നത് ഈ മേലെയുള്ള 9നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഈ 40 ആണ് എന്ത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ 40 ആണ് എന്ത് ഒറിജിനൽ നമ്പർ. ഈ 22.22% ആണ് എന്ത് ഇത് 22.5% ആണ് ഇത് ഈ 9. അപ്പൊ നമ്മളിനി ആ പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും എടുക്കൂല. നമ്മൾ എന്ത് ചെയ്യും? ഈ 40ൽ നിന്ന് 9 കുറച്ചപ്പോ അതല്ലേ ക്വസ്റ്റ്യനിൽ പറയണേ ഈ 31 ആണ് എന്ത് എക്സ് ഒന്നും നമ്മൾ ഇടുന്നില്ല. കാരണം ഒരു പ്രാവശ്യം എക്സ് ഇടുമ്പോൾ എന്താ ടൈം പോകുന്നത് കൊണ്ട് നമ്മൾ അതൊന്നും ഇടുന്നില്ല. ഈ 31 ആണ് എന്ത് നമ്മുടെ 217 എന്ന് പറയണം. അപ്പൊ നമുക്ക് ഈ 31 217 ആവുകയാണെങ്കിൽ ഇതിനെ എന്തുകൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി, ഇവിടെ 1 ഇവിടെ 7 മോസ്റ്റ് ഫോർവേഡ് എന്ത് തന്നെയായിരിക്കും 7 തന്നെയായിരിക്കും. ചെക്ക് ചെയ്തു 217 തന്നെ വരുന്നുണ്ട്. അപ്പൊ 31ന്റെ മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടർ എത്ര 7 ആണ്. അപ്പൊ നമുക്ക് ഒറിജിനൽ നമ്പർ എന്ന് പറയണതിന്റെ എത്രയാ റേഷ്യോ പ്രകാരം 40 ആണ്. നമ്മുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ 7 ആണ്. 40 × 7 280. നമ്മുടെ ആൻസർ കിട്ടി. ഇത്രയൊന്നും വേണ്ട. 9 40 31 217 7 40 × 7 ഒറ്റ സ്ലോട്ടിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയണ ഇക്വേഷൻ m1 d1 = m2 d2 ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നമ്മൾ എന്താ 30 വർക്കേഴ്സ് ക്യാൻ ബിൽഡ് എ ബ്രിഡ്ജ് ഇൻ 40 days എന്ന് പറഞ്ഞേക്കണം. 30 വർക്കേഴ്സ് 40 ഡേയിൽ ഒരു വർക്ക് ചെയ്യണം. ഇനി 75 വർക്കേഴ്സ് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്യും എന്നാണ് ചോദ്യം. ഇവിടെ എന്തുണ്ട്? ഒരു 5 ഉണ്ട്. ഇവിടെ ഒരു എന്തുണ്ട്? 5 ഉണ്ട്. അപ്പൊ ഒരു 25 25 വെട്ടിയേക്ക് 25 വെട്ടി എന്തായി 3 ആയി. ഈ 5 പോയപ്പോൾ എന്താ 6 5 പോയപ്പോൾ എന്താ 8. ഈ 3 കട്ട് ചെയ്തു 2 3 കട്ട് ചെയ്തു. അപ്പൊ ഡിയുടെ വാല്യൂ 16 എന്ന് നമുക്ക് കിട്ടി. ഈസി ആണല്ലോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. ഇപ്പോ ഈ ഒരു ഇതിന്റെ മീഡിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. എന്നിട്ട് അതിന്റെ മിഡിൽ ടേം എടുക്കണം. ഓഡ് ആണെങ്കിൽ മിഡിൽ ടേം, ഈവൺ ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പൊ ആ 2 എണ്ണത്തിന്റെ എന്താ ആവറേജ് എടുക്കണം. ഇപ്പൊ ഇതില് നമുക്ക് നോക്കാം. 12 ആദ്യത്തെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതണേ. ആദ്യത്തെ നമ്പർ 12, രണ്ടാമത്തെ നമ്പർ 15, മൂന്നാമത്തെ നമ്പർ 16, 12 15 16 26. അടുത്ത നമ്പർ എത്രയാ 36 42. എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ട്? 2 4 6 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് ആണ്. അപ്പൊ ഞാൻ നോർമലി ആവറേജ് ചെയ്യണ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്. എല്ലാതിന്റെയും വേണമെങ്കിൽ 16 + 26/2 എന്ന് ചെയ്യാം. എനിക്ക് കാൽക്കുലേഷൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ വെറുതെ ആവറേജ് 20 ആണ് വെറുതെ മനസ്സിൽ വിചാരിക്കണം. 20 ആണ് വിചാരിച്ചു. 20നേക്കാൾ എത്ര കുറവുണ്ട്? 16. ഒരു 4 കുറവുണ്ട്. കുറവായോണ്ട് 4 ഇട്ടു.
-4 കിട്ടും. 26 എന്ന് പറഞ്ഞ 20 എത്ര കൂടുതലുണ്ട്? 6 കൂടുതലുണ്ട്. ഇത് രണ്ടെണ്ണല്ലേ എടുത്ത രണ്ടെണ്ണം. അപ്പൊ ഇവിടെ എത്ര നെറ്റ് വന്നു? -4 + 6 2 വന്നു. 2/2 1 വന്നു. +1 വന്നു. അപ്പൊ നമ്മുടെ ആവറേജ് 20 + 1 = 21. ഈ ഒരു രീതിയിലാണ് എല്ലാ ആവറേജും നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ കാൽക്കുലേഷൻ കുറയും. മറ്റോണം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോ -4 + 6 എന്ന് പറഞ്ഞാൽ 2, 2/2 1, 20 + 1 21. ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യണേ. നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിക്ക് പോവാം. ഈ ചോദ്യം വളരെ ഈസി ആയിട്ടൊരു ചോദ്യം. നമുക്ക് എങ്ങനെ സിമ്പിളായി ചെയ്യാൻ നോക്കാം. മിക്സ്ചറിന്റെ ആണെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്ക് റേഷ്യോ വെച്ച് തന്നെ സിമ്പിളായി ചെയ്യാൻ പറ്റും. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ റേഷ്യോയുടെ ഒരു ജസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ചെയ്യാൻ നോക്കാം. ഇൻ എ മിക്സ്ചർ ലിക്വിഡ് ഈസ് ഇൻ എ മിക്സ്ചർ ഓഫ് ലിക്വിഡ് 1/5 എന്താ? 1/5 പാർട്ട് ആസിഡ് ആണ്. ബാക്കി 3/5 പാർട്ട് ആൽക്കഹോൾ ആണ്. ഇത് ആസിഡും ഇതെന്താ? ആൽക്കഹോളും ആണ്. റിമൈനിങ് പാർട്ട് എന്താ? വാട്ടർ ആണ്. 1/5 ഭാഗം ആസിഡ്, 3 ഭാഗം ആൽക്കഹോൾ. ഇനി എത്ര റിമൈനിങ് ഉണ്ട്? 1 ആണുള്ളത്. ഇഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ മിക്സ്ചർ ഈസ് എന്താ? 20 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇതാണ് എന്ത്? ഒറിജിനൽ ക്വാണ്ടിറ്റി. റേഷ്യോയില് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും. ഇതാണ് നമ്മുടെ എന്ത്? ഒറിജിനൽ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മളെ ഒറിജിനൽ ക്വാണ്ടിറ്റി. അപ്പൊ അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 5 എന്ന് പറയണത് 20 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കണേ. അപ്പൊ 1ന്റെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വാട്ടറിന്റെ വാല്യൂ. ഇപ്പൊ 3ഉം 1ഉം 4 പോയി, ബാക്കി 1 വാട്ടർ. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ 1 തന്നെയാണ്. നമ്മുടെ ആൻസർ എന്താ? 4 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം എന്താന്ന് നോക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദ ആബ്സല്യൂട്ട് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടന്നേജ് ഈസ് ഹയസ്റ്റ് ഹാസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ? മുന്നത്തെ ഇയറിനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും വലുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊന്നും ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് നമ്മുടെ പടത്തേക്ക് ഒന്ന് നോക്കിയേ. ഇവിടെ എന്തോരം ഗ്യാപ്പ് ഉണ്ട് എന്ന് നോക്കാം. മുന്നത്തേനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യാപ്പ്. ഇപ്പുറത്തേനോ? ഇത് നമ്മൾ നോക്കുമ്പോ എന്താ? ഗ്യാപ്പ് ഏറ്റവും കൂടുതലുള്ള. ബാക്കിയുള്ള കണ്ടാൽ തന്നെ അറിയാലോ. അപ്പൊ നമ്മളെ ഇയർ ഏതാ? 1982 to 83. ജസ്റ്റ് നോക്കിക്കൊണ്ട് തന്നെ ടിക്കടാം. അല്ലാണ്ട് ഇതിന്റെ വാല്യൂ ഇവിടെ എത്രയാ? 200 ആണോ 211 ആണോ ഒന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനോ സ്കെയിൽ എടുക്കാനോ ഒന്നും പോവണ്ട. ഇതില് ഗ്യാപ്പ് ഏറ്റവും വലുത് ഏതാണ്? അതാണ് എന്ത്? ഹയസ്റ്റ് വരുന്നത്. പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് പെൻ ആൻഡ് പേപ്പർ ഒന്നും വേണ്ട, സ്ക്രീനിൽ അപ്പൊ തന്നെ ടിക്കറ്റ് പോവാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി സം ഓഫ് പ്രിൻസിപ്പൽ എത്രയാണ്? പ്രിൻസിപ്പൽ 25,000, എമൗണ്ട് 36,000 ആണ് തന്നേക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഉള്ളത് കട്ട് ചെയ്യും. 2 ഇയറിന്റെ ആയതുകൊണ്ട് എന്താ? 2 ഇയറിന്റെ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? സ്ക്വയർ റൂട്ട് എടുക്കും. 3 ഇയറിന്റെ ആണെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കും. 4 ഇയറിന്റെ ആണെങ്കിൽ ഫോർത്ത് റൂട്ട് എടുക്കും. അപ്പൊ ഇതെന്താ? 2 ഇയർ ആയതുകൊണ്ട് നമ്മൾ എന്ത്? സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പൊ എന്താ? 5 ഉള്ളത് 6ആയി. 5 ഉള്ളത് 6ആയി. അപ്പൊ 5 ഉണ്ടായിരുന്നു, 1 കൂടി. 1/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാ? 20%. അതെല്ലാവർക്കും അറിയണ പ്രോബ്ലം ആണെന്ന് വിചാരിക്കണം. നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ്സ് ഒന്നും ഡിസ്കസ് ചെയ്യാനുള്ള, പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്യണമെന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യണത്. അല്ലെങ്കിൽ വീഡിയോസ് ലെങ്തി ആയി പോകും. സ്ക്വയർ ആണെങ്കിൽ റൂട്ട്, ക്യൂബ് ആണെങ്കിൽ ക്യൂബ് റൂട്ട്. ഈ 5 പ്രിൻസിപ്പള്, 6 എന്താ? എമൗണ്ട് ആയത്. അപ്പൊ ആ 1 എന്ത്? ഇൻട്രസ്റ്റ്. അപ്പോ നമ്മുടെ ഇതിന്റെ ബേസിക് ഇതെന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പളില് ന്യൂമറേറ്ററിൽ സിമ്പിൾ എന്താണ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റും ഡിനോമിനേറ്ററിൽ എന്താ? പ്രിൻസിപ്പളും. 1/5ന്റെ റേഷ്യോ എന്താ? 20%. ഈ ഒരു രീതിയിൽ ചെയ്ത മിനിമം ടൈമിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. A + B 90 ആണെങ്കിൽ
സൈൻ എ ഈക്വൽ ടു എന്താ കോസ് ബി ആയിരിക്കും. നമ്മുടെ എയും ബിയും 90 ആണെങ്കിൽ സൈൻ എ എന്താ കോസ് ബി ആയിരിക്കും. ഇതിൽ സൈനും കോസും ആണ്. അതുപോലെ തന്നെ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താവും കോസീക്ക് ആവും. ടാൻ എ ആണെന്ന് എന്താവും കോഡ് ബി ആയിരിക്കും. ഇവിടെ എന്താ ബി ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് പ്രോപ്പർട്ടി ആണ്. പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ സൈൻ 27 ഉണ്ട്, കോസ് 63 ഉണ്ട്. 27 63 ആഡ് ചെയ്യുമ്പോൾ എന്താ 90 ആണ്. അപ്പൊ എനിക്ക് മേലെ കോസ് 63നെയും എന്തെന്ന് എഴുതാം സൈൻ 27 എന്ന് എഴുതാം. അപ്പൊ മേലെ എനിക്ക് അത് എന്തെന്ന് എഴുതാം സൈൻ സ്ക്വയർ 27 എന്ന് എഴുതണേൽ തെറ്റില്ലല്ലോ. സൈൻ സ്ക്വയർ 27 ഞാൻ മേലെ എഴുതി. ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ 27 എന്ന് എഴുതി. മൈനസ് ഉള്ളത് അതുപോലെ ഇട്ടു. ഇനി മേലെ സിക്ക് 27 63 എന്താ 90 വരണേ. അപ്പൊ എനിക്ക് സിക്ക് 27 പകരം എന്തെന്ന് എഴുതാൻ പറ്റും? അല്ല, കൊസീക്കിന് പകരം എന്തെന്ന് എഴുതാം? സീക്കിന് പകരം എഴുതാം, കൊസീക്കിന് പകരം എഴുതാം. നമ്മൾക്ക് ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാനാണ്. കൊസീക്കിന് പകരം നമുക്ക് എന്താ എഴുതാം? സീക്ക് എന്ന് എഴുതാൻ പറ്റും. സീക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ സീക്ക് സ്ക്വയർ 27 ബൈ ടാൻ 45 ഒന്നായോണ്ട് അത് ഒന്ന് കിട്ടാം. ടാൻ സ്ക്വയർ ഒന്ന് എന്താ. അപ്പൊ ഇനി നമുക്ക് എന്താ സൈൻ സ്ക്വയർ 27 ബൈ കോസ് സ്ക്വയർ 27 എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ എന്താ 27 മൈനസ് സീക്ക് സ്ക്വയർ 27. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താ 1. ഇതിന്റെ തിരിച്ചായോണ്ട് എന്താ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ -1. ഈ ഒരു പ്രോപ്പർട്ടി ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1. ഇവിടെ ആംഗിൾസ് രണ്ടും എന്താ 27. അപ്പൊ നമുക്ക് ആവശ്യമുള്ള രീതിക്ക് ഇതിനെ കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ ഒരു പ്രോബ്ലത്തിൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ഏരിയയുടെ ഇക്വേഷൻ എന്താ എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു ബി ആണ് ഇത് ഏരിയ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 300 ആണ് തന്നിട്ടുണ്ട്. ഡയഗണൽ എപ്പോഴും നമ്മുടെ റെക്ടാങ്കിളിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട്. അതും ക്ലിയർ ആണല്ലോ. അതും ക്ലിയർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ. നമുക്ക് എൽ പ്ലസ് ബി അല്ലെങ്കിൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അപ്പൊ ഈ ഒരു ഇത് വെച്ച് നമുക്ക് എന്ത് റിലേഷൻ എഴുതാം? എൽ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇനി എന്ത് എഴുതി? നമുക്ക് എൽ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എൽ ബി എന്നുണ്ട്. നമുക്ക് ഇതിലുള്ള ഡാറ്റാസ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കി. എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കില്ല, പക്ഷെ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. അപ്പൊ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് എത്രയെന്ന് എഴുതാം? 25 എന്ന് എഴുതാം. അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്തതാണ്. ഇനി ഇവിടെ പ്ലസ് ഉള്ളത് പ്ലസ് ഇട്ടു. 2 ഇൻറ്റു എൽ ബി. എൽ ബി 300 ആണ്. അപ്പൊ 2 ഇൻറ്റു എൽ ബി 600. ഇവിടെ എത്ര കിട്ടി? 625 കിട്ടി. അപ്പൊ എൽ പ്ലസ് ബി എത്രയാ? റൂട്ട് ഓഫ് 625 എന്ന് പറഞ്ഞാൽ 25. എൽ പ്ലസ് ബി ആണ് 25. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അപ്പൊ 25 ഇൻറ്റു 2 50 ആണ് നമ്മുടെ എന്ത് പെരിമീറ്റർ ആയി വരുന്നത്. ക്ലിയർ ആണല്ലോ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രൊഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3, 5, 2 ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കണേ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ നമ്പേഴ്സ് 3x, 5x, 2x. ഇതിന്റെ പ്രൊഡക്റ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 10290. ഗ്രേറ്റസ്റ്റ് നമ്പർ എമംഗ് ദ നമ്പേഴ്സ് ആണ് ചോദ്യം. ഇതിലെ റേഷ്യോ പ്രകാരം ഗ്രേറ്റസ്റ്റ് എന്താ? 5 ആണ്. അപ്പൊ എന്തായാലും ആൻസർ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതെന്തായാലും അല്ല. ബാക്കിയുള്ളത് 5ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതി ഉപയോഗിക്കാമായിരുന്നു. ഇനിയിപ്പോ 1 സപ്പോസ് 3 വല്ലതാണെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്തത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉത്തരത്തേക്ക് എത്തായിരുന്നു. ഇപ്പൊ 5 ആയതുകൊണ്ട് ആ പരിപാടി നടക്കില്ല. ഇനിയിപ്പോ ഇവിടെ നോക്കുമ്പോൾ 5 × 2 10. അപ്പൊ ഈ 10നെ നമുക്ക് എന്താ ഈ ഒരു 0 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ 5ഉം
ഈ രണ്ടും കട്ടായി. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 3 പ്രാവശ്യം, ബാക്കി 1 12, ബാക്കി എന്താ 343. എക്സ് ക്യൂബേ ഉള്ളൂ, ബാക്കി 3 എന്തായി നമ്മൾ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. എക്സ് ക്യൂബ് 343 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 7. 7ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ ആണ്, അപ്പൊ തന്നെ കിട്ടി. അപ്പൊ തന്നെ നമ്മുടെ ആൻസർ 35 വന്നു. എക്സ് അല്ലെങ്കിൽ എക്സ് 7, 5x, എക്സ് 7 ആണ്, 5x എത്രയാണ് 35 ആണ്. നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. നമ്മുടെ സിലിണ്ടറിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയാണ്. വോളി എത്രയാണ് തന്നിട്ടുണ്ട്? 6160 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ ഇല്ലാണ്ട് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാം. ചിലർക്കൊക്കെ അറിയുണ്ടാവും, അറിയാത്തവര് പഠിച്ചേക്കുക. പിന്നെന്താ, ഡയാമീറ്റർ 28 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ കണ്ടുപിടിക്കാൻ റേഡിയസ്, ഇത് പെരിമീറ്റർ, ഇതെന്താ ഏരിയ ആണെന്ന് വിചാരിക്കും. ഏരിയ ഇപ്പൊ നമുക്ക് റേഡിയസ് 7 ആണെങ്കിൽ പെരിമീറ്റർ 44, ഏരിയ 154 ആണ്. 154 ആണ്. ഇത് ചിലരൊക്കെ അറിയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റേഷ്യോ മാത്രം പഠിച്ചു വെക്കുന്ന രീതിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ ഇവിടെ ഡയാമീറ്റർ 28. അപ്പൊ റേഡിയസ് എത്ര? 14 അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടായത് എന്താ? ഇൻറ്റു 2 ആ. റേഡിയസിന് ഇൻറ്റു 2 ആണ് ഉണ്ടായ. അപ്പോ ഇത് നമുക്ക് 7k എന്ന് എഴുതാം. അത് k എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ്. പൈ ആർ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ എന്താ ഏരിയ മാത്രം ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ റേഡിയസിന് ഉണ്ടായത് ഇൻറ്റു 2 ആണ്. അപ്പൊ നമുക്ക് ഏരിയ എത്രയാണെന്ന് നോക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ 154 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോ എത്ര വന്നു? 16, 1, 20, 1, 21, 2 ഇട്ടു. അപ്പൊ 616. അപ്പൊ നമ്മുടെ ഏരിയ 616 ആണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കി. വോളിയം 6160, ഏരിയ 616. അപ്പൊ നമ്മുടെ ഹൈറ്റ് എത്ര? വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, ബേസ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിച്ചുകൂടെ? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6160/616 ചെയ്ത് കാട്ടിയെന്നുള്ളൂ. ജസ്റ്റ് ആ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് 10 ആണ് കിട്ടിയിട്ടുണ്ടാവും.